ഗുഡ് മോർണിംഗ് ഗായ്സ്, എക്കോസ്റ്റീവിന് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ തവാങ് ട്രിപ്പിൻ്റെ ഡേ 2 ആണെന്ന്. നമ്മൾ എഴുന്നേറ്റു, സമയം രാവിലെ 7:30 മണി. നമുക്ക് 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് കരുതിയിരിക്കുന്നത്. അപ്പം എല്ലാവരും എഴുന്നേറ്റ് ഫ്രഷായൊക്കെ വരുന്നുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി മുകളിലോട്ട് പോവാം. ഇന്നെന്തോ ഇവിടെ വലിയ പരിപാടിയൊക്കെ ഉണ്ട്. പോലീസിൻ്റെ വണ്ടിയൊക്കെ വന്ന് കിടപ്പുണ്ട്. ഇതായിരുന്നു നമ്മുടെ റൂം. എല്ലാവരും ഫുള്ള് വണ്ടി എല്ലാം കൂടെയൊക്കെ ഇവിടെ ഇട്ട് കിടപ്പുണ്ട്. നമുക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. റൂം എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ റൂം ഇത്തിരി ശോകമായിരുന്നു കേട്ടോ. നമുക്ക് അത്ര അടിപൊളിയായിട്ട് തോന്നിയില്ല. മീൻസ് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കൊള്ളാം, പക്ഷേ ഇവിടെ ഒരു ഹോസ്പിറ്റാലിറ്റി അത്ര സെറ്റപ്പ് ആയിട്ടില്ല. ഫ്രീജ് എന്തൊക്കെയാണ് ഇവിടെ നിന്ന്? എന്താ പരിപാടി? ഫ്രീജിൽ ചായ ഇടണ, കോഫി അല്ലേ? കുറച്ച് ബ്രൂ കോഫിയൊക്കെ അടിച്ചു വെച്ചോ. അതെന്ത് അടിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എത്ര ഇങ്ങോട്ട് സെറ്റായില്ല കേട്ടോ. സ്റ്റേ എന്നാലും കുഴപ്പമില്ല. പൊങ്കൽ ഷുഗർ കാണൂടാ. ഇതെന്തോ പനീറാണെന്ന് തോന്നുന്നു. രാവിലെ തന്നെ ചെറിയൊരു പണി കിട്ടിയ. രാവിലെ അല്ല, ഇന്നലെ ലോറി ഒന്ന് ചെറുതായിട്ട് മിററിലൊന്ന് തട്ടിയായിരുന്നു. അങ്ങനെ നമ്മുടെ റിയർ വ്യൂ മിറർ ഇന്നലെ പൊട്ടിപ്പോയി. ഭാഗ്യത്തിന് സ്പെയർ ഉണ്ടായിരുന്നു, കറക്റ്റ് നമ്മൾ മേടിച്ച് വെച്ചിരുന്നു. അപ്പോൾ അതിപ്പോൾ രാവിലെ തന്നെ റീപ്ലേസ് ചെയ്തു. ഇത് ക്യാപ്പ് ഇത് പൊട്ടുകയും ചെയ്തു മൊത്തം. ഇപ്പോൾ ഇത് മാറണം. ലോറി സൈഡ് അടിച്ചതാണ്. കുഴപ്പമില്ല, ഇതെല്ലാം റണ്ണിങ്ങിൽ വരുന്ന സംഗതികളാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ഓൾറെഡി വെളിയിൽ, ഓൾഡ് ബങ്ക് വെളിയിലുണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ 11ാമത്തെ വണ്ടി കേട്ടോ. ഏകദേശം നമുക്ക് 757 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 757 കിലോമീറ്റർ ട്രാവലിംഗ് എടുക്കുന്ന സമയം 12.5 മണിക്കൂറാണ്. കുഴപ്പമില്ലാണ്ടൊരു സ്ട്രെച്ച് ആണെന്ന് തോന്നുന്നു. എല്ലാവരും നമുക്കൊരു 60+ ആവറേജ് കാണിക്കുന്നുണ്ട്. 60, 720, 60+ ഉണ്ട് ആവറേജ് സ്പീഡ്. എന്ന് വെച്ചാൽ അത്യാവശ്യം നമുക്ക് കാര്യമായിട്ടുള്ളൊരു നല്ല റോഡാണെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ക്ലിയർ റോഡാണെന്ന് പ്രതീക്ഷിക്കാം. ഇന്നലത്തെ സ്റ്റേ ഹോട്ടൽ ശരിക്കും പറഞ്ഞാൽ നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള ഹോട്ടലാണ്, പക്ഷേ എന്നാലും അത്ര അങ്ങോട്ട് സെറ്റായില്ല. മെയിൻറ്റൈൻഡ് അല്ല. നമ്മൾ എല്ലാം ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കി തന്നെ നമ്മൾ റൂംസൊക്കെ എടുത്ത, പക്ഷേ വിചാരിച്ച അത്ര അങ്ങോട്ട് റെഡി ആയില്ല. ഒരു തീരെ നല്ലൊരു രീതിയിൽ മെയിൻ്റനൻസ് ഭയങ്കര മോശം, ഹോസ്പിറ്റാലിറ്റി ഇത്തിരി കുറവ്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ തിരിച്ച് ഈ സെയിം റൂം നമ്മൾ എടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇതുവഴി തന്നെയാണ് വരുന്നത്. പക്ഷെ നമ്മളതുകൊണ്ട് ഈ റൂം ഒന്ന് നോക്കിയിട്ട് എടുക്കാമെന്ന് വെച്ചിട്ട് പിന്നെ കളഞ്ഞു. ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെ പോണേ. അപ്പോൾ അതിനാണ് ഇപ്പോഴത്തെ നമുക്ക് ഇപ്പോൾ ഡിസ്കഷൻ അതായിരുന്നു, എങ്ങനെ റൂം മാനേജ് ചെയ്യാൻ, അല്ലെങ്കിൽ റൂം പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ 2 വർഷം മുന്നേ ലഡാക്കിൽ പോയിരുന്ന സമയത്ത് വെച്ച് നോക്കുമ്പം ആ ഒരു റേഞ്ച് ഓഫ് റൂമിന് തന്നെ കുറഞ്ഞതൊരു ആ റേഞ്ചിൽ ഒരു 1200 ഡിഫറൻസ് റൂം റേറ്റ്സിൽ കാണുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എയർബിഎൻബിയും കാര്യങ്ങളൊക്കെ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നു. പക്ഷേ നമുക്ക് ഇത്രയും ആൾക്കാരെയും കൊണ്ട് എയർബിഎൻബി എടുത്ത് പോകുമ്പം പ്രശ്നമാണ്. കാരണം നമുക്ക് ഇത്രയും ആൾക്കാർ ഒരുമിച്ച് എയർബിഎൻബി എടുത്ത് അക്കോമഡേറ്റ് ചെയ്യാനും പറ്റില്ല. പിന്നെ എല്ലായിടത്തും എയർബിഎൻബി ഇല്ല. എയർബിഎൻബിയുടെ പ്രശ്നമെന്ന് വെച്ചാലും കോൺടാക്ട് ഇട്ടില്ല. കോൺടാക്ട് ഇട്ടെന്ന് വെച്ചാൽ റൂം ബുക്ക് ചെയ്താലേ കോൺടാക്ട് എടുത്തുള്ളൂ. റിവ്യൂ അല്ലെങ്കിൽ എന്താണ് ഫീഡ്ബാക്ക് എന്നറിയാനൊരു ഓപ്ഷൻ ഇല്ല. 2, 3, 4 റൂമേ കിട്ടത്തുള്ളൂ. നമുക്ക് 11, 12 റൂം എടുക്കുന്ന കാര്യം വരുമ്പോൾ അതും പോസിബിൾ അല്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ. ഇത് നമ്മുടെ ഇത് വണ്ടി ഉണ്ടാണ്, മിലിറ്ററിയുടെ ഡിഫൻസിന് വേണ്ടി മഹീന്ദ്രയുടെ വണ്ടിയാണ്. അർമയുടെ ബുള്ളറ്റ് പ്രൂഫ് വണ്ടിയാണ്. അത് ഷിപ്മെൻറ്റ് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും എൻ്റെ പ്ലാന്റ്. ഇവിടെ നിന്ന് ട്രാൻസിറ്റ് കൊണ്ടുപോകുന്നതാണ്, ഷിപ്പ് ചെയ്യുന്നതാണ് വേറെ എങ്ങോട്ടെങ്കിലും. ഇതിൻ്റെ മെയിൻ ഓർഡിനൻസ് ഫാക്ടറിയൊക്കെ കാണുമല്ലോ, അങ്ങോട്ട് വല്ലതും കൊടുക്കുന്നതായിരിക്കും. നെല്ലൂർ ഇനി 67 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ എന്താണ് ഓക്കെ, അരവിന്ദ് അങ്ങനെ 21.1, 20+ ആവറേജ് എടുത്ത് ഡ്രൈവ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അരവിന്ദ് എഴഞ്ഞ് പോവുകയാണ്. എങ്ങനെയാണ് നമ്മളെ പോകുന്നത്? അരവിന്ദ് 2.2. ഇവിടുത്തെ ഒരു വലിയൊരു നദിയാണേ. നദി എന്ന് വെച്ചാൽ ഫുള്ള് വരണ്ട് കിടക്കുകയാണ്. ഒരു തുള്ളി വെള്ളം ഇല്ലാത്ത രീതിയിൽ വരണ്ട്, ഒരു തുള്ളി വെള്ളം ഇല്ലടാ.
ഇങ്ങനല്ലേ മരുഭൂമി പോലെ കിടക്കുന്നു, ഫുള്ള് പുല്ലൊക്കെ പിടിച്ചിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ എന്ത് ഇതാണല്ലേ ഇതൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രെയിനിലൊക്കെ ഒരുപാട് സഞ്ചരിക്കുമ്പം പോകുന്നൊരു സ്ഥലമാണ്. ആദ്യമായിട്ടാണ് ബൈ റോഡ് ഈ റൂട്ടിൽ വരുന്നത്. നമ്മുടെ ആ ട്രാഫിക് എന്ന് പറഞ്ഞ ലൊക്കേഷനിലോട്ട് നമ്മൾ അടുക്കുകയാണ്. പെന്ന റിവർ അല്ലേ, റിവറിൻ്റെ പേരാണ് പെന്ന റിവർ. അപ്പോൾ നമ്മൾ നെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ് നെല്ലൂർ. ഫ്രണ്ടിൽ ലോറിയുടെ സ്ട്രൈക്ക് എന്തോ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല ബ്ലോക്ക്. നമ്മളിവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. ഇനി വേറെ കട്ട് ചെയ്ത് പോകാൻ എന്തെങ്കിലും വഴി ഉണ്ടോയെന്ന് തപ്പണം. ഫ്രണ്ടിൽ നല്ല ബ്ലോക്കെന്ന് പറയുന്നുണ്ട്. എന്താടാ അമലെ? അമൽ ഭായ് ആജോ ആജോ, പഞ്ചാബി ഡാൻസ് ചോടോ. നീ ഏത് പഞ്ചാബി? ഗരുണ്. എല്ലാരും നേരത്തെ ഇവിടെ നിന്ന് എ സിയിൽ ചില്ലായിരിക്കുകയാണല്ലേ. എന്താണോ എവിടെ എ സി, എവിടെ ചെന്നാലും എ സിക്ക് ഒരു തണുപ്പില്ലാത്ത എന്താണ് വന്ന്. അപ്പം നമ്മൾ രാവിലത്തെ ചായ കുടിച്ചിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഫ്രണ്ടിൽ നല്ല ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനെങ്ങനെ കട്ട് ചെയ്യാന്നുള്ളൊരു ചെറിയൊരു പ്ലാൻ ചെയ്തിട്ട് നമ്മൾ അല്ലാണ്ടൊന്ന് തിരിക്കുക. അപ്പോൾ അതെന്താണെന്നുള്ളൊരു വഴി നോക്കണം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു ഡൈവേർഷൻ കാണുന്നുണ്ട്. ആ ഡൈവേർഷൻ പിടിച്ച് പോയി നോക്കാം. എന്താവുമെന്ന് അറിയത്തില്ല, എന്തായാലും ട്രൈ ചെയ്യാം. ഫ്രണ്ടിൽ എന്തായാലും നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഒന്നൊരു അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. വെറുതെ വഴി കിടക്കണ്ടല്ലോ കണ്ടിന്യൂസ് ആയിട്ടൊരു ബ്ലോക്കിൽ. അങ്ങനെ ബ്ലോക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പറഞ്ഞ പോലെ ഒരു ഇടവഴി പിടിക്കുന്നുണ്ട്. കുറച്ച് കവറാവുമെന്ന് തോന്നുന്നു. ആൾക്കാരൊന്നും വണ്ടി നോക്കാണ്ടാണ് ബൈക്കിലൊക്കെ ഇങ്ങനെ വന്ന് കയറുകയാണ്. എത്ര മിനിറ്റ് സേവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും ഈ പറഞ്ഞ പോലെ ഒരു 5-6 മിനിറ്റ് ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും സേവ് ചെയ്ത് അത്രയും കാര്യം. ഒരു ലോറി നമുക്കിവിടെ താഴ്പോട്ട് ബ്ലോക്ക് ചെയ്ത് വരും. ഇപ്പം നമ്മുടെ ട്രാഫിക് കഴിഞ്ഞ് ഒന്ന് സ്റ്റേബിളായിട്ടുള്ള റോഡ് കിട്ടി. 3 ലൈൻ ആണെന്ന് തോന്നുന്നു, മാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് അറിയാൻ പോയി. എന്നാലും അത്യാവശ്യം വീതിയുണ്ട് കാര്യമായിട്ട്. ഒരു 110 സർവീസ് കൺട്രോൾ ഇട്ട് പോവുകയാണ്. അരവിന്ദ് 22, 23 എത്രയായിരുന്നു നടന്ന് എനിക്ക് മൈലേജ് പിടിച്ച് തന്നെ? 23.6 വന്ന് ഞാൻ ഇപ്പോൾ 21.2 ആക്കിയിട്ടുണ്ട്. അതിപ്പോൾ എന്തായാലും ഒരു 18 ആവും. സാരമില്ല. റോഡ് ഫുള്ള് പണി നടക്കുന്നുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഡൈവേർഷനും എല്ലാം വെച്ചിട്ടുണ്ട്. എന്തായാലും മെയിൻ ഒരു ഭയങ്കര ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലെന്തായാലും പെടാണ്ടങ്ങ് വരാൻ പറ്റും. അത് വലിയ കാര്യമായി. നമ്മുടെ ആദ്യത്തെ 3-4 വണ്ടി അതിൽ പോയി കയറി നല്ല ബ്ലോക്കിൽ പെട്ടുവെന്ന് തന്നെയാണ് പറയുന്നത്. നമ്മളെന്തായാലും അത് അവർ പെട്ടുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ട്രാഫിക് പറഞ്ഞു കാരണം നമുക്ക് അതിൻ്റേതായ കറക്റ്റീവ് ഡൈവേർഷൻ എടുത്ത് വരാൻ പറ്റി. എന്തായാലും ഒരു അരമണിക്കൂർ നമുക്ക് സേവ് ചെയ്യാൻ പറ്റി. വീണ്ടും അടുത്ത ഡൈവേർഷൻ ഉണ്ട് ഫ്രണ്ടിൽ. ഇപ്പം നമ്മളിപ്പം 4 പേര് ഒരുമിച്ചുണ്ട്. ബാക്കി 7 വണ്ടി ഫ്രണ്ടിലാണ്. നമ്മുടെ ബാക്കിൽ വണ്ടി ഇല്ല അമലെ. വേണ്ട, നീ പെട്ടിക്കട അടച്ചോ. 2 മണിക്ക് തുറന്നാൽ മതി. അപ്പം നമ്മൾ ഏകദേശം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ 1056 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടാ. 1056 കിലോമീറ്റർ വണ്ടി ഓടിയാൽ നമ്മൾ ആവറേജ് വണ്ടിയുടെ എക്കണോമി 17.8 1056 കിലോമീറ്റർ ഓടാൻ നമ്മളെടുത്ത സമയം 16 മണിക്കൂറാണ്. കുഴപ്പമില്ലാത്തൊരു ഡ്രൈവാണ്. കാരണം ഇത് കണ്ടിന്യൂസും അല്ല, എന്നാൽ ഇതിൻ്റെ ഇടയിൽ സിറ്റി ബ്ലോക്കും എല്ലാം കൂടെയൊക്കെ ആകുമ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു ടൈമിംഗ് ആണ് 16 മണിക്കൂർ എന്ന് പറയുമ്പോൾ. നമുക്കിനി 532 കിലോമീറ്റർ കൂടെ പോകണം. നാളെ ഇതേ സ്ട്രെച്ചിന് ഏകദേശം ഇത്രയുള്ള സ്ട്രെച്ച് നാളെയും ചെയ്യണം, മറ്റന്നാളും ചെയ്യണം. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഇന്ത്യ വേൾഡിലെ 7th ലാർജസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞപ്പോൾ അമൽ അന്ന് സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞൂടാ. ഈ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യം കാര്യങ്ങൾ 2 ദിവസം മുന്നേ ഗൂഗിളിലൊക്കെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അത് പിന്നെ പഠിക്കാൻ ഞാൻ പിന്നെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും ഇല്ലായിരുന്നു.
ഇവിടുത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി അല്ലല്ലോ. ഇവിടെയൊക്കെ എവിടെ തന്നെ വരുന്നത്? പിന്നെ നമ്മക്ക് ഇവിടുന്ന് മറ്റേ വെന്നൂരിന്ന് വിശാഖപട്ടണം വരെയുള്ള കിലോമീറ്റർ എത്ര എന്നല്ലേ മറ്റേ സ്കൂളിൽ പഠിപ്പിച്ച ഈ പാടാണത്. ഇവിടെയൊക്കെ എവിടെ നേടാത്ത കൈസ് കണ്ണാടി വെച്ച് കറക്റ്റ് പൊട്ടനായിട്ട് ഫ്രണ്ട് വന്നിപ്പോ വെയിലടിക്കാണ്ടിരിക്കാനാണ് കണ്ണാടി വെക്കുന്നത്. 500 രൂപയുടെ ഗ്ലാസ് മുതലാക്കണം. മുതലായിക്കോ. റോക്ക് റൈഡർ ഹൈലി UV പ്രൊട്ടക്റ്റഡ് ആണല്ലേ. അരവിന്ദ് കഴിഞ്ഞതാ കുഴപ്പമില്ല. ഹോൺ അടിച്ചോ കുഴപ്പമില്ലടാ. MBD ഏത്? ഇവിടെ MBD ഇല്ല. ഇവിടെ എന്താ ശരി. എന്താ പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് മോഡിഫിക്കേഷൻ പാടില്ല. അപ്പൊ നാളെ എല്ലാം ഊരിയെടുക്കാം. അപ്പം നമ്മൾ ചെറിയ ഡീവിയേഷൻ എടുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനാണ്. ഇവിടെ എന്തോ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ടെന്ന് ഗൂഗിൾ നോക്കിയിട്ട് ഒരു പറഞ്ഞു. നല്ല ബിരിയാണി കിട്ടുന്ന ഹൈദരാബാദ് ബിരിയാണി കൊള്ളായിരുന്ന മതിയായിരുന്നു. ഹൈദരാബാദ് ബിരിയാണി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എനിക്ക് ഗൾഫ് ബിരിയാണിയാണ്. നല്ല അടിപൊളി ബിരിയാണിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ പാരഡൈസ് എന്നൊക്കെ പറഞ്ഞ് പണ്ട് ആൾക്കാർ മോഹിപ്പിക്കുമ്പോഴും പല സ്ഥലത്തും പാരഡൈസ് വന്ന ആ ഒരു പാരഡൈസിൻ്റെ ഒരു ഇതേങ്ങ് പോയി. എന്ന് വെച്ചാൽ ആ ഒരു ഭയങ്കര ഒരു സെറ്റപ്പ് ഇല്ല. ഇടയ്ക്ക് ഈ സ്റ്റാർ ബിരിയാണി ഒരു വായിക്കൊള്ളൂല. തലപ്പാക്കട്ടിയും പണ്ട് ഭയങ്കര ഫേമസ് ഒക്കെ ആയിരുന്നു. പക്ഷേ ചില സ്ഥലത്ത് കറക്റ്റ് ഡിൻഡിഗുള്ളിൽ ചെന്നാൽ കുഴപ്പമില്ലാണ്ട് ബിരിയാണി കിട്ടും. പിന്നെ ബാക്കിയുള്ള ഫ്രാഞ്ചൈസിലൊക്കെ ഒരു സുഖമില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ലെഫ്റ്റ് എടുക്കണം അല്ലേ? ഇനിയിപ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ട് ഇനി പോകാൻ? 1.2 കിലോമീറ്റേഴ്സ് കൂടെ ഉണ്ട്. എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം. നമ്മളെന്തായാലും ഇവിടെ ഇതാണ് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. ഫുഡ് കഴിക്കാൻ കൊള്ളാമില്ലെന്ന് കഴിച്ചു നോക്കാൻ പറയാം. റിവ്യൂ നോക്കി വരുന്നതെല്ലാം നമ്മൾ പെടുകയാണ്. ഇപ്പം നമ്മളെല്ലാവരും എന്താ ബിരിയാണി കഴിക്കാമെന്ന് വെച്ചാൽ കയറി. ഹൈദരാബാദ് സ്പെഷ്യൽ ബിരിയാണി, ദം ബിരിയാണി. ഇത് ഇവിടെ ഹൈദരാബാദ് സ്പെഷ്യൽ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നിട്ട് അവന് ഫ്രൈഡ് റൈസ് കാണണം. എന്ത് മണ്ടനാണോ ബിരിയാണി എന്ന് പറഞ്ഞാൽ വണ്ണം വയ്ക്കും. ഡയറ്റിലാണ്. സോ എനിക്ക് ഫ്രൈഡ് റൈസ് അതാ ഒരു ഫുഡ് വേണ്ട ആക്ച്വലി. ഇത് ഫുൾ ടൈം ഫോണിലാണ്. ഒന്നെങ്കിൽ ഫോൺ അല്ലെങ്കിൽ ഉറക്കം. നീ നിനക്ക് വല്ല കേസായിട്ടൊന്നുണ്ടാണ് അവിടെ വന്നിട്ട്? ലീവാ? പണി കളഞ്ഞതല്ലേ, പണിന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ ഹൈദരാബാദ് ബിരിയാണി എത്തിയിട്ടുണ്ട്. ഇവിടെ ബിരിയാണി റൈസും കറി സെപ്പറേറ്റും ആയിട്ടാണ് തരുന്നത് കേട്ടോ. പക്ഷെ ഭയങ്കര ക്വാണ്ടിറ്റി, നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ സാധാരണ കടയിലൊക്കെ ഇത്ര ക്വാണ്ടിറ്റി കിട്ടാറുള്ളൂ. പിടിച്ചു നോക്കിയിട്ട് നല്ല രസമുണ്ട്. മുട്ട കറി, പക്ഷെ കറിയാണ് ഒരു രസമില്ലാത്തത്. ഏത് നാട്ടിൽ ചെന്നാലും നമ്മൾ മലയാളികളെ കാണും, അല്ലെങ്കിൽ മലയാളികൾ ഉണ്ടാവും എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ എന്താ കാണിക്കുന്നത്. നമ്മുടെ ഇവിടെ വന്നപ്പോഴത്തെ അവിടെ നമ്മുടെ ചേട്ടൻ മലയാളിയാണ്. ചേട്ടാ എത്ര കാലമായിട്ട് ഇവിടെ ഉണ്ട്? ഞാനിപ്പോൾ 10-30 വർഷമായിട്ട് തന്നെയാണ്, ഒന്നുകൂടെ തന്നെയാണ്. എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും നമ്മൾ മലയാളിസ് വന്നിട്ട് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ വന്ന് നന്നായിട്ട് സ്റ്റാഫോടൊക്കെ കഴിച്ച് വളരെ തൃപ്തിയായിട്ട് പോകുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്. അടിപൊളി അടിപൊളി. ഐ തിങ്ക് വി മേ എക്സ്പെക്ട് സം ഓഫ് യുവർ ഫ്രണ്ട്സ് ടു വിസിറ്റ് അവർ റെസ്റ്റോറൻറ്റ്. ഓക്കെ, നമ്മളിവിടെ വന്നത് ഇവിടെ ഹോട്ടൽ ബി ഗ്രാൻഡ് ഓങ്കോളെ അവിടെയാണ് ഉള്ളത്. പക്ഷേ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ബിരിയാണി കിട്ടിയില്ല കേട്ടോ. ഇവിടെ നല്ല ദം ബിരിയാണിയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. പക്ഷെ നമുക്ക് ബിരിയാണി കിട്ടിയില്ല. ചേട്ടൻ്റെ സ്ഥലം ഒറ്റപ്പാലത്താണ്. ചേട്ടൻ ഇവിടെ മീൻസ് ഇവിടെ തന്നെ സെറ്റിലാണോ? ഫാമിലി എല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, അടിപൊളി. അപ്പോൾ എല്ലാവരും കഴിച്ച് ബില്ലൊക്കെ കൊടുത്ത് പോകാൻ നിൽക്കണം. അപ്പോൾ ചേട്ടാ എന്തായാലും കാണാം. താങ്ക്സ്, പരിചയപ്പെട്ടതിൽ സന്തോഷം. ഇനി 492 കിലോമീറ്റർ ഉണ്ട്. ഫുഡ് കഴിച്ച ക്ഷീണം ഇനി വണ്ടി ഓടിച്ച് മാറ്റാം. അതേ നടക്കുമെന്ന് തോന്നുന്നു കേട്ടോ. നല്ല അടിപൊളി ഭംഗിയുള്ള റോഡ്. രണ്ട് സൈഡും എൻട്രി റെസ്ട്രിക്റ്റഡ് ഹൈവേ ആണെന്ന് തോന്നുന്നു. മതിലൊക്കെ കൊണ്ട് വെളിയിൽ നിന്നൊന്നും ആർക്കും കയറാൻ പറ്റില്ല. പുതിയതായിട്ട് അവിടെ ചെറിയ മതിലുണ്ട, ഇതൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി. പെരയുടെ കാരണം കയറ്റിയൊന്നുമല്ല, പാടാണ്. നമ്മളെ ഒരു ആപ്പിൾ ജ്യൂസ് കേട്ടോ. ആയി കൊള്ളാം. വിളിക്കുന്നത് എടാ, അതിൽ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. എല്ലാം കേട്ട് ക്ലബിൽ നിന്ന് നമുക്ക് ഒരുപാട് സാധനം കിട്ടിയത്. ക്ലബിൽ നമുക്കൊരു കിറ്റ്, എല്ലാവർക്കും ഓരോ കിറ്റ് കൊടുത്തിരുന്നു. അതിലാണെങ്കിൽ എന്താ പറയുക, അതൊന്നൊക്കെ കിട്ടി. ഇതൊക്കെ നാച്ചുറൽ, ബി നാച്ചുറൽ. അമലെ സോറി അരവിന്ദ, ബി നാച്ചുറൽ.
ഈ നാച്ചുറൽ ഓൾവേസ് കുടി കുടി. നേരത്തെ ഞാൻ 3 സിപ്പ്. ഈ കട ഇവിടെ വെക്കണേന് ഒരു മാസം 25,000 രൂപ ഒരാഴ്ചത്തെ. പ്ലീസ് പേ ദ എമൗണ്ട്. 45 നിന്റെ 15 എന്തിന്? ഇതാണ് അവസ്ഥ ഗൈസ്. ഇവിടെ കൊണ്ടുപോകണം, അവ വെള്ളം തരുന്നതിന് പൈസ വരെ കൊടുക്കണം. പക്ഷെ നമ്മൾ ഇവിടെ എത്തിയിട്ടൊരു നമ്മൾ ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഇന്ത്യ തന്നെയാണ്. പക്ഷെ എന്നാൽ ആ ഒരു എന്താ പറയുന്ന ഒരു ആന്ധ്രാപ്രദേശ് അങ്ങോട്ട് വന്ന ഒരു ഫീല് കിട്ടിയില്ലല്ലോ ഇതുവരെയായിട്ടും. എനിക്ക് തമിഴ്നാട് നിൽക്കുന്ന ഒരു ഫീലാണ്. ഒരിക്കലും അവരെ അങ്ങനെ അതിശയിപ്പിക്കില്ല ഗൈസ്. ഇത് കാണുന്നുണ്ടെങ്കിൽ ഇവന്റെ അക്കൗണ്ട് ഞാൻ പറഞ്ഞുതരാം. പാപ്പറാസോ അതിൽ കയറിയിട്ട് എല്ലാരും കയറി പൊക്കാല കിട്ടോ. പാപ്പറാസോ പാണ്ടിന്ന് വിളിച്ചിട്ട് ഹിന്ദുസ്ഥാനി റൈസിസം കാണിച്ച് കാലുമേ കാല് കയറ്റാണ് ഇരിക്കണടാ. കാല് കഴിയടാ. നല്ല അടിപൊളി റോഡ് കേട്ടാ. വിജയവാഡ നേരെ മുന്നോട്ടാണ്. നല്ല വീതിക്കുള്ള റോഡ്. ക്യാമറ ഉള്ളതുപോലെ തോന്നുന്നുണ്ടല്ലടാ ഫ്രണ്ടില്. അതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ റോഡ് കാണാൻ അല്ലേ. എല്ലാ റോഡും ഇങ്ങനെ ആയിരുന്നെങ്കിൽ അടിപൊളി. ഇതിൻ്റെ സ്പീഡ് ക്യാമറ ഉണ്ട് കേട്ടോ. ഇതാണ് സ്പീഡ് ക്യാമറ. ഉറപ്പായിട്ട് അടിക്കുന്ന ക്യാമറ തന്നെയാണത്. അപ്പോൾ അത് നമ്മൾ രക്ഷപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി കൺസ്ട്രക്ഷൻ. ഇപ്പോൾ പുതുതായിട്ട് അങ്ങനെ ഉണ്ടാക്കിയാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട്. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ എല്ലാ റോഡും ഇങ്ങനെ ആയിരിക്കണം. നമുക്ക് ടോൾ കൊടുക്കുന്നതിലും ഒരു സന്തോഷമില്ല. അല്ല, സന്തോഷമുണ്ട്. 4 വർഷം വരെ നമ്മൾ എന്തായാലും ടോൾ കൊടുക്കും. പെൻഷൻ പറ്റൂല, അപ്പോൾ കിട്ടൂല. അതെ, പെൻഷൻ ആവുന്നതിന് പിന്നെ എല്ലായിടത്തും കറങ്ങി തീർക്കണം. സ്ട്രെയിറ്റ് സ്ട്രെച്ച് അല്ലേ. നമ്മുടെ കൂടെ ഒരു KL വണ്ടി കണ്ടിരിക്കുകയാണ് ഗായ്സ്. കൈ കാണിച്ചു. നമ്മുടെ ഏത് നാട്ടിൽ പോയാലും ഒരു KL വണ്ടി കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലേ. വിജയവാഡ അടുത്താണ്. നമുക്ക് ക്യാമറ ഉണ്ട്. ക്യാമറ കഴിഞ്ഞിട്ട് നമുക്ക് സ്കൂളിൻ്റെ കൂടെ പോവാം. അതുകൊണ്ട് നമുക്ക് 100 താഴെ തന്നെ പോവാം. പറയാൻ പറ്റില്ല. സോളാർ ഉള്ളോട്ട് വർക്കിംഗ് ആയിരിക്കും. വർക്കിംഗ് ഒക്കെ ആയിരിക്കും. അപ്പം നമുക്ക് പോവാം. ഓവറായിട്ട് നമ്മൾ വണ്ടി പുഷ് ചെയ്യാൻ പാടില്ല. നമുക്കിനി ആ വണ്ടിയുടെ കൂടെ അങ്ങ് പോവാം കേട്ടാ. ഞാൻ 4000 RPM കയറ്റില്ലായിരുന്നു. ആ 4000 കയറ്റിയാലും റെഡ് ആവത്തുള്ളൂ. അവനവൻക്ക് ഒരുക്കുന്ന കുടുംബത്തിലും അടാ അമല പാട്ട് കൊണ്ടോടാ. ആ പാട്ടല്ല, മറ്റേ പാട്ട്. ഇത് നോക്ക് ഗൈസ്, ഇത് കണ്ടോ? ഇത് ഇവിടെ എമർജൻസി സിറ്റുവേഷനിൽ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് കേട്ടോ. അതായത് നമുക്ക് ഇത് മീൻസ് ലാൻഡിങ് സ്ട്രിപ്പായിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് ഇതാണ് ലാൻഡിങ് ടീ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ ലക്നൗവിലൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഞാനിത് ഇങ്ങനൊരു സെറ്റപ്പ് കാണുന്നത്. മീൻസ് അതിൽ ക്രോസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ കാണാൻ പോകുന്നതാണ് കൃഷ്ണ നദി കേട്ടോ. കൃഷ്ണ നദി നമ്മൾ ട്രെയിനിലിരുന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് റോഡ് വഴി കൃഷ്ണ നദി ക്രോസ് ചെയ്യുന്നത്. ഒരുപാട് ഞാൻ ട്രെയിനിൽ കണ്ടു. നല്ല നീളമുള്ളൊരു ബ്രിഡ്ജാണ്. നമുക്ക് നോക്കാം ഏകദേശം എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന്. 0.7. വെള്ളമുണ്ട്. ഇപ്പോൾ 1.5 കിലോമീറ്ററിന് മുകളിലായി. സ്റ്റിൽ നമ്മൾ പാലം കഴിഞ്ഞിട്ടില്ല, തീരുന്നേ ഉള്ളൂ. ഇതാണ് ഈ പാലത്തിൻ്റെ ലെങ്ത്. അപ്രോക്സ് 1.8 കിലോമീറ്റേഴ്സ് ലെങ്ത് ഉണ്ട്. എന്ത് വലുതാണല്ലേ. വിജയവാഡ ടൗൺ
കൊള്ളാം കേട്ടോ. നല്ല 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 സിറ്റി അല്ലേ, ക്ലീൻ സിറ്റി. സത്യം സൂപ്പർ സ്മാർട്ട് സിറ്റിയാണ്. ആര് പറഞ്ഞു? പിന്നെ സ്മാർട്ട് സിറ്റി കണ്ടുകൂടി. എന്ത് ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്, ഇലക്ട്രിക് പോസ്റ്റ് ഇല്ല സ്മാർട്ട് സിറ്റിയിൽ. സ്മാർട്ട് സിറ്റിയിൽ ഇലക്ട്രിസിറ്റി പോസ്റ്റ് വരില്ല. അത് ലൈറ്റ് അല്ലേ? ലൈറ്റ് ആ പോസ്റ്റ് ബാഗേജ് ഓട്ടോമാറ്റിക് വരുന്നത്, ഈ ടോയ്ലറ്റ്സ് ഓട്ടോമാറ്റിക് ഡംപിംഗ് പോസ്റ്റ് അടിപൊളിയുണ്ട്. അപ്പൊ ഇത് സ്മാർട്ട് ഡംപിംഗ് അപ്പുറത്ത് പിന്നെ ഈ ടോയ്ലറ്റ്സ് പോരെ. കൊള്ളാം കൊള്ളാം. എനിക്കറിയത്തില്ല, പക്ഷെ ഇറ്റ്സ് എ ക്ലീൻ സിറ്റി കേട്ടോ. നല്ല അടിപൊളി വൃത്തിയുള്ള സിറ്റി. ഇപ്പോൾ നമ്മൾ ഇറങ്ങിയതിൽ എനിക്കൊന്ന് കണ്ടതിൽ ഏറ്റവും നല്ല ക്ലീൻ ആയിട്ടുള്ള പാർക്ക് സിറ്റി ഇതാണ്. കൊള്ളാം, സൂപ്പർ, കേരളം. ഹാറ്റ്സ് ഓഫ് ടു വിജയവാഡ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, വാട്ട് എവർ. എൻ്റെ ക്യാമറയെല്ലാം പ്രോപ്പറായിട്ടുള്ള ഇതും കൊള്ളാം. മദ്രാസ് ഫിൽറ്റർ കഫേ, ഒരു കോഫി കുടിച്ച് നോക്കാം. ജസ്റ്റ് ഒന്ന് ഇറങ്ങുകയാണ്. കാരണം വെച്ചാൽ നമുക്ക് വണ്ടിക്ക് ഫ്യൂൽ അടിക്കണം. എണ്ണ കുറ്റിയാണ്. ഡിസ്റ്റൻസ് ടു എം ടി എന്ന് പറയുന്നത് 30 കിലോമീറ്റർ. ഫ്യൂൽ അടിക്കണോ? റീഫിൽ ചെയ്യണോ? അടിക്കുന്ന അപ്പുറത്ത് പമ്പുണ്ട്. ഇതാണ് നല്ല പൊട്ടിയത്. ഇവനാണ് പൊട്ടിച്ചത് കേട്ടോ. ഞാനല്ല, ലോറിക്കാരെ കൊണ്ട് ഇടിച്ച എന്നല്ല. ഇപ്പം നമ്മൾ റീഫിൽ അടിക്കാൻ വന്നതാണ് കേട്ടോ. ഇവിടെ ഭയങ്കര വില കൂടുതലാണ്. 97 രൂപയാണ് ഡീസലിൻ്റെ വില. അതുകൊണ്ട് നമ്മളൊരു അര ടാങ്ക് അടിച്ചാൽ മതി എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ 7 പേരുണ്ട് ഇപ്പോൾ ഒരുമിച്ച്. ഫ്രണ്ടിൽ ക്യാമറ ഏതോ ദൂരെ നിന്നേ കാണുന്നുണ്ട്. നമുക്ക് 100 കുഴപ്പമില്ലായിരിക്കും, എന്നാലും 90 വെച്ചോ. അപ്പം വെറുതെ പണി മേടിക്കണ്ടല്ലോ. എല്ലാവരും 7 പേര് പുറകെ ഉണ്ട്, കൂടെ 4 പേര് ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. ഇനിയും 5 മണിക്കൂർ 19 മിനിറ്റ് ട്രാവലുണ്ട്. 290 കിലോമീറ്റർ പോകണം. അടുത്ത രാജമന്ത്രി എന്ന് പറഞ്ഞ സ്ഥലം അടുപ്പിച്ചാണ് എത്തോണ്ടിരിക്കുന്നത്. 100 കിലോമീറ്റർ ഉണ്ട് രാജമന്ത്രി എത്താൻ. ബാക്കി എല്ലാവരും എന്താ കോഫിയൊക്കെ കുടിച്ച് ഓണായി. കോഫി കുടിച്ച് ഓണായ ഗോദാവരി നദിയാണ്. അപ്പോൾ നമ്മളിന്ന് മെയിനായിട്ടുള്ള 2 നദികൾ നമ്മൾ കണ്ടു കേട്ടോ. ഗോദാവരി നദിയിൽ നല്ല വെള്ളമുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല രീതിയിൽ വെള്ളമുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും വരൾച്ചയിൽ ഇത്രയും വെള്ളമുള്ളൊരു നദി വേറെ കണ്ടിട്ടില്ല കേട്ടോ. അല്ലേ നോക്കണം അമലെ, സെൻറ്ററിൽ ചെറുതായിട്ടൊക്കെ കാണാം. അല്ലോ ഞാൻ പറഞ്ഞു, ഇത്രയും വെള്ളം നോക്ക്. ഒന്നെങ്കിൽ അപ്പുറത്ത് ചെക്ക് ഡാമോ എന്തെങ്കിലും കാണും. നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഇന്നത്തെ ലേറ്റ് ആവും ഗൈസ്. ഇനി 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. 11 മണിയാവും. കുഴപ്പമില്ല, ഫുഡ് കഴിച്ചല്ലോ, മെയിൻ കാര്യം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് പ്രശ്നമില്ല ലേറ്റായാലും. നമ്മൾ ഏത് നാട്ടിൽ പോയാലും നമുക്ക് ആരെങ്കിലും കാണുമെന്ന് പറയുന്നത് ഇതാണ്. അതാണ് നമുക്കൊരു കൂട്ടായ്മ കൊണ്ടുള്ളൊരു സന്തോഷം. നമ്മുടെ ക്ലബിലൊരു മെമ്പറാണ് കേട്ടോ പുള്ളി, വിഷ്ണു ബ്രോ എന്ന് പറയും. അപ്പോൾ പുള്ളി നമ്മൾ വരുന്നതുകൊണ്ട് പുള്ളി ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഹോട്ടലിലോട്ട് വരുമായിരുന്നു. അപ്പം പുള്ളി ഹോട്ടലിൽ വരുമെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇവിടെ വഴിയിൽ വെച്ച് ഈ വണ്ടി കണ്ടപ്പോൾ നമ്മളങ്ങ് ഞെട്ടി. ഇവിടെ എക്കോസ്റ്റീം വണ്ടി, ക്ലബ്ബ് വണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞേട്ടാ ഇത് നമ്മുടെ പുള്ളിയാണ്. ഇവൻ നോക്ക്, നമ്മുടെ മീറ്റപ്പിൻ്റെ സ്റ്റിക്കറും ക്ലബിൻ്റെ സ്റ്റിക്കറും എല്ലാം വണ്ടിയിലുണ്ട്. നമുക്ക് ഇതിനപ്പുറം ഒരു വേറെ അച്ചീവ്മെൻറ്റ് മീൻസ് അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം കിട്ടുന്നൊരു കാര്യം നമുക്ക് എന്താണ്, ആ ഒരു കൂട്ടായ്മ കൊണ്ടുള്ളൊരു ഉപയോഗം. അതായത് ഏത് നാട്ടിൽ ചെന്നാൽ ആരെങ്കിലുമൊക്കെ കാണുമെന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ് അല്ലേ. അതാണ് അതിൻ്റെ ഒരു നമുക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കിട്ടുമ്പോഴാണ് നമുക്ക് കുറച്ച് സമയം പോയാലും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര വലിയ ഗെയിനാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. ഫുള്ള് ഫാക്ടറി, റിഫൈനറി എല്ലാം ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. കാരണം പോർട്ട് അടുത്തുള്ളതുകൊണ്ട് നമുക്ക് ആ ഫുൾ ലെഫ്റ്റ് സൈഡിൽ മൊത്തം റിഫൈനറിയാണ്. ഇങ്ങനെ കാണാം, ഒരു എയർക്രാഫ്റ്റ് അപ്രോച്ചിന് വരുന്നുണ്ട്. ജസ്റ്റ് നമ്മുടെ സൈഡിലുണ്ട് എയർക്രാഫ്റ്റ്. എന്താ പുള്ളി നമ്മുടെ വിഷ്ണു ബ്രോ, ഞാൻ നേരത്തെ വഴിയിൽ കാണിച്ചു തന്നില്ലേ വണ്ടിയിൽ. അപ്പോൾ പുള്ളിയാണ് നമ്മളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സമയം രാത്രി 12:30. പുള്ളി ഇവിടെ നമ്മളെ കുറേ നേരമായിട്ട് വെയിറ്റൊക്കെ ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഇതൊക്കെയാണ് നമ്മുടെ ഒരു സന്തോഷം അല്ലേ. അങ്ങ് വിശാഖപട്ടണത്തും നമ്മളെ കാത്ത് ഇവിടെ ഒരാൾ നിൽക്കുകയാണ്. താങ്ക്സ് ബ്രോ.
അടിപൊളി, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇപ്പോഴാണ് ശരിക്കും ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ്ങിൻ്റെ ഒരു വില മനസ്സിലാവുന്നത്. സമയം കളഞ്ഞ് നാളെ രാവിലെ എപ്പോഴാണ് ഓഫീസിൽ പോട്ടെ, നാളെ പോട്ടെ, എന്തായാലും കുഴപ്പമില്ല, നമ്മൾ പോകുന്നെന്ന് തന്നെ വിചാരിക്കുന്നു. എങ്കിലും വന്നല്ലോ നമ്മളെ കാണാനായിട്ട്, ഇത്ര ആൾക്കാരെ കാണാനായിട്ട് വന്നു. വൈസാഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ വിഷ്ണു ബ്രോ കൊണ്ടുവന്നതാണ്. ഷുഗർ ഉണ്ടോ? ഇല്ല, ഡയബറ്റിക് ആണ്. അപ്പം നിനക്ക് കൊളസ്ട്രോൾ അല്ലേ? നീ ഇപ്പൊ ഷുഗർ കട്ട്. അപ്പൊ ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തിന്നേണ്ടി വരും എന്നുള്ളതാണ്. ചുമ്മാ എല്ലാവർക്കും കൊടുക്കാം. എന്തായാലും താങ്ക്സ് ബ്രോ. പിന്നെ വേറെ ഒന്നും പറയണ്ട, നമുക്ക് നല്ലൊരു പണി കിട്ടി. വേറെ ഒന്നും പറയുന്നില്ല, നമ്മളിവിടെ ഒരു റൂം ബുക്ക് ചെയ്തു. അത് ഇവരെന്തോ മിസ്കമ്മ്യൂണിക്കേഷൻ കാരണം നമുക്ക് സ്റ്റേ ബുക്കിംഗ് അവർ ക്യാൻസൽ ചെയ്തു, ഓട്ടോ ക്യാൻസൽ ചെയ്തു അവരുടെ വെബ്സൈറ്റ്. അപ്പം നമുക്ക് അവിടെ വന്ന് റൂമില്ല, നമ്മളാകെ പെട്ട് ഇവിടെ ഓൾറെഡി 11 മണിക്കാണ് ഇവിടെ എത്തിയത്. എന്നിട്ട് റൂമൊന്നും കിട്ടാണ്ട് അപ്പോൾ വേറെ റൂമിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ ഇവിടെ എല്ലാവരും സ്റ്റേ ചെയ്യണം. അപ്പോൾ ഒന്നും പറയണ്ട, ആകെ ഇന്നത്തെ ഡേ അലിമ്പായിരുന്നു. അങ്ങനെ നമ്മുടെ 2ാമത്തെ ദിവസത്തെ സ്റ്റേയും ഓൾമോസ്റ്റ് തേഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. കുഴപ്പമില്ല, എല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കരുതി ഈ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ സന്തോഷമായിട്ടുള്ള സൈൻ ഓഫ് അല്ല. എന്താണ് ഷബീർക്ക് ഒരു മുഖത്തൊരു സങ്കടം? ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.